വണക്കം. പശ്ചിമേഷ്യ കലാപകലുഷിതമാണ് എന്നും പറയണ ബോംബ് അത് തന്നെ. ഇതിൽ കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കും. പശ്ചിമേഷ്യ കലാപകലുഷിതമാണെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും ഇറാനും ഇസ്രായേലും തമ്മിൽ എപ്പോഴാണ് ഒരു യുദ്ധം ഉണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ വക്കോളമെത്തി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായിട്ട് വന്ന ഇറാന്റെ ഒരു വിമാനം തെക്കൻ ലബനനിൽ നിന്നും പിന്തിരിഞ്ഞോടി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലബനിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായി ഈ വിമാനം എത്തിയപ്പോഴാണ് ഇവന്മാർ മനസ്സിലാക്കിയത് സാധാരണ തെക്കൻ ലബന്റെ അതിർത്തിയിലാണ് ഇസ്രായേലിന്റെ സൈന്യം തമ്പടിച്ചിരുന്നത്. ഇസ്രായേലിന്റെ സൈന്യം അവിടെ നിന്ന് നേരെ വിമാനത്താവളത്തിലേക്ക് പോയി അവിടത്തെ നിയന്ത്രണം ഏറ്റെടുത്തു. ആ നിയന്ത്രണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് യവന്മാര് ആയുധങ്ങളുമായിട്ട് അവിടേക്ക് പറന്നിറങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തിയത്. ആയുധങ്ങളുമായിട്ട് അവിടെ പറന്നിറങ്ങും മുമ്പേ തന്നെ ഹിസ്ബുള്ള ഇവന്മാർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവന്മാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, വിട്ടുപോക്കോ, ഇവിടെ മൊത്തം ഇസ്രായേൽ കയറി മേഞ്ഞിരിക്കുകയാണ് എന്ന് അവന്മാർ പറഞ്ഞു. ഇനി ആ വിമാനം അവിടെ പറന്നിറങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിമാനം ആകാശത്തിന് മുകളിൽ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് തകർക്കപ്പെടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഉടനെ തന്നെ കാര്യങ്ങൾ നീങ്ങിയത് ജസ്റ്റ് മിസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യവന്മാർ, അതായത് ഇറാൻ യുദ്ധത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിമാനം വന്നിട്ട് ആ വിമാനം പിന്തിരിഞ്ഞോടിയ കഥ ഇപ്പോൾ ലോക രാജ്യങ്ങൾ മുഴുവൻ ചിരിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി ഈ കഴിഞ്ഞ ദിവസം നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനെ കൊന്നു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനെ നസറുള്ള കൊന്നു കഴിഞ്ഞതിന് ശേഷം നസറുള്ളയുടെ ഫാമിലി അടക്കം വെന്ത് വെണ്ണീറായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നസറുള്ളയെക്കാട്ടിലും വലിയ ഭീകരവാദിയായിട്ടുള്ള നസറുള്ളയുടെ മകൾ സൈനബ് നസറുള്ള ആവിയായി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. സൈനബ് നസറുള്ള മാത്രമല്ല ആവിയായത്, കൂട്ടത്തിൽ 4 ഇറാനിയൻ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ കൂടെ ആവിയായി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഉത്തമ, ഈ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടല്ലോ, ബെഞ്ചമിൻ നെതന്യാഹു UN പ്രസംഗിക്കാൻ പോയിരിക്കുകയെന്ന്. UN പ്രസംഗിക്കാൻ പോയപ്പോൾ ഹിസ്ബുള്ള വിചാരിച്ച് നെതന്യാഹു എന്തായാലും ഇസ്രായേലിൽ ഇല്ലല്ലോ, അതുകൊണ്ട് ഇസ്രായേലി പട്ടാളത്തിന്റെയും മൊസാദിന്റെയും സകല കണ്ണുകളും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷയിലേക്കായിരിക്കുമെന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ അതൊരു ട്രാപ്പായിരുന്നു. ഇത് കണ്ടോണ്ട് യവന്മാർ ചായയൊക്കെ കുടിച്ചൊരു യോഗം കൂടാന്ന് പറഞ്ഞ് നേരെ ബെയ്റൂട്ടിലെ യവന്മാർ ആസ്ഥാനത്തിന്റെ ബങ്കറിന്റെ അടിയിൽ ഒത്തുകൂടിയതാണ്. ഉടനെ 10,000 കിലോ ബോംബ് അതിന്റെ മണ്ടയെ കൊണ്ടിട്ട് യവന്മാരെ മൊത്തം തീർത്ത് കളഞ്ഞു. അങ്ങനെ തീർത്തതിൽ 4 ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ നടന്നിട്ട് നിനക്കൊക്കെ ഒരു നാണവും മാനവും ഇല്ലേടേ? അല്ല, ഇറാന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഒരു നാണവും മാനവും ഇല്ലാതെ ഞങ്ങൾ അടിക്കൂല എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യമായി ഇറാൻ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഇറാനിലെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇറാനിൽ സ്ത്രീകളുടെ വലിയ പുരോഗമനപരമായിട്ടുള്ള മുന്നേറ്റമൊക്കെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഭരണം അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും ഇഷ്ടമല്ല. ഇറാനിലെ സർക്കാരിനെ എങ്ങനെ അടിച്ചൊതുക്കാന്നാണ് അവിടെയുള്ള ആൾക്കാർ മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാട് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു സമൂഹം ഇറാനിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പുരോഗമനപരമായി വളർന്നു വരുന്ന നമ്മുടെ നാട്ടിലെ ഗുൽമോഹറിനെ പോലെയല്ലേ കേട്ടോ, നല്ല പുരോഗമനം. അങ്ങനെ പുരോഗമനപരമായിട്ടുള്ള ആ സമൂഹം വളർന്നു വരുമ്പോൾ ഈ ഇടയ്ക്ക് അവിടെ വലിയ പ്രതിഷേധമൊക്കെ നടന്നത് നമുക്കറിയാമല്ലോ. ഹിജാബ് കത്തിക്കൽ പ്രതിഷേധം, അതായത് ഹിജാബ് ധരിക്കാത്തതിന് ഒരു പെൺകുട്ടിയെ പച്ചയ്ക്ക് കത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ തെരുവിലിറങ്ങി ആയത്തുള്ള ഖമേനിയുടെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും വിളിച്ചതിന് ശേഷം ഹിജാബ് ഊരി എറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇസ്രായേലിലും ഇറാനിലും നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ ഒരു പ്രോക്സി സംഘടനയാണ്. ആ ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ടപ്പോൾ ഇറാനിലെ സ്ത്രീകൾ വലിയ രീതിയിൽ ആഘോഷിച്ചു എന്നുള്ള വാർത്ത അതിഗംഭീരമായിട്ടൊരു വാർത്തയായിട്ടാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ കണ്ടത്. അങ്ങനെ ആഘോഷം കഴിഞ്ഞ് അടുത്ത നിമിഷമാണ് ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി വിമാനത്തിൽ വലിയ ആയുധങ്ങളുമായിട്ട് കൊണ്ടുചെന്നപ്പോൾ ഈ വിമാനവും പിന്തുടർന്നു ഓടേണ്ട ഒരു കാഴ്ച വന്നത്. അങ്ങനെ നസറുള്ള അവിടെ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ ആയത്തുള്ള ഖുമേനി എന്ന് പറയുന്ന ഇവന്മാരുടെ പരമോന്നത നേതാവുണ്ട് ഇറാന്റെ. ആയത്തുള്ള ഖുമേനി ഉടനെ ഒരു അടിയന്തര യോഗം വിളിച്ചു. നമുക്ക് അടിയന്തരമായിട്ടൊരു യോഗം ചേരണം. ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയാനാണല്ലോ ഇവന്മാർ അടിയന്തര യോഗം കൂടുന്നത്. എന്നാലൊട്ട് അടിക്കാൻ പേടിയാണ് ഇവന്മാർക്ക്. ഇസ്രായേലിനെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതിഭീകരമായിരിക്കും പ്രത്യാഘാതം എന്ന് ഇവന്മാർക്ക് അറിയാം. അങ്ങനെ
ഇറാൻ ആണെങ്കിൽ ആയത്തുള്ള ഖൊമൈനി ഒരു അടിയന്തര യോഗം വിളിച്ചു. ഈ 4 സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ കൂടെ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തര യോഗം വിളിച്ചത്. ഈ അടിയന്തര യോഗം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് വിളിച്ചത്. അപ്പൊ ഇറാന്റെ പ്രസിഡന്റ് ഉണ്ട് മസൂദ് എന്ന് പറഞ്ഞൊരുത്തൻ. ഈ മസൂദ് എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റും ഈ മസൂദിന്റെ ഉപദേഷ്ടാവായിട്ടുള്ള അലി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. യവന്മാർ അടിയന്തര യോഗം കൂടിയിട്ട് അതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം പാസ്സാക്കും പോലെ ഒരു ഗുണവും മണവും ഇല്ല. എങ്കിലും ഒരു പ്രമേയം പാസ്സാക്കി ഗവർണർ അടുത്തോട്ട് വിടും, ഗവർണർ ഒരു ചുരുട്ടി കൂട്ടി കൊട്ടായിലോട്ട് എടുത്തിടും. അതാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ അവിടെ ഒരു അടിയന്തര യോഗം കൂടി. നമ്മുടെ ഇവിടെ ഏറാമുക്ക് പാർട്ടി ഓഫീസിലൊക്കെ ട്രംപ് രാജിവെക്കണമെന്നൊക്കെ പറയുന്നത് പോലെ യവന്മാർ അടിയന്തര യോഗം കൂടി യവന്മാർ ഒരു പ്രസ്താവന അങ്ങോട്ട് ഇറക്കി. ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് യുദ്ധക്കുറ്റമാണ്. ഇസ്രായേലിന് ഇതിലും വലിയ ശിക്ഷ കിട്ടാനില്ല. അങ്ങനെ വലിയ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി യവന്മാർ ചായയൊക്കെ കുടിച്ച് നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ഉടനെ യവന്മാരുടെ ചാരസംഘടന, അതായത് യവന്മാരുടെ സൈനിക ഉദ്യോഗസ്ഥർ യവന്മാർക്ക് ഒരു മെസ്സേജ് കൈമാറുന്നത്. അടുത്ത ആയത്തുള്ള ഖൊമൈനിയെ നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ കേൾക്കുന്നതെന്ന്. ഉടനെ തന്നെ ആയത്തുള്ള ഖൊമൈനി ചാടി എഴുന്നേറ്റു, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി എന്ന് പറയുന്നു. അങ്ങനെ ആയത്തുള്ള ഖൊമൈനി ഒളിവിൽ പോയി എന്നാണ് ഇപ്പോൾ അറിയാൻ കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. അവിടെ ഉണ്ട്, അവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ഇവ ഒളിവിൽ പോയെന്ന് ഒരു മാധ്യമങ്ങളും പറയത്തില്ല, കാരണം അതിന് സ്ഥിരീകരണമില്ല. പക്ഷേ ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളത് ഇസ്രായേലിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആയത്തുള്ള ഖൊമൈനിയാണ് ഇസ്രായേൽ അടുത്തതായി ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ആയത്തുള്ള ഖൊമൈനി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആയത്തുള്ള ഖൊമൈനി അങ്ങനെ ഓടി രക്ഷപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നെതന്യാഹു ആണെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ ചെന്ന് ഒരു ഗംഭീര പ്രസംഗം നടത്തി. ആ ഗംഭീര പ്രസംഗത്തിൽ ഇസ്രായേലിനെ ബഹിഷ്കരിച്ച് പല ലോകരാജ്യങ്ങളും ഇറങ്ങിപ്പോയെങ്കിലും കേൾക്കാനിരുന്നവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയെ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രസംഗം നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം നടത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെയും ഇറാന്റെയും മാപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആണെന്നും ഇറാൻ എന്ന് പറയുന്നത് കേഴ്സ് ആണ് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം എന്നത് വേറൊരു കാര്യം. ഇന്ത്യ എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ നമുക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു സൈനിക ശക്തിയാണ്. അവരുടെ ചാരസംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെല്ലാനുള്ളൊരു ചാരസംഘടന ലോകത്തുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്, ഡിബേറ്റബിൾ ആണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ മാർക്കറ്റിനെ കൂടെ ഇസ്രായേൽ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ള വലിയ രീതിയിലുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു അത്ഭുതം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം നരേന്ദ്രമോദി യുക്രൈൻ യുദ്ധം നിർത്താനായിട്ട് നേരെ പോളണ്ടിലോട്ട് പോയി. പോളണ്ടിലോട്ട് പോയപ്പോഴും നരേന്ദ്രമോദി പറഞ്ഞ അതാണ്, ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യമാണ് ഈ നാറ്റോയുടെ ഗേറ്റ്വേ എന്ന് പറയുന്നത്, യൂറോപ്പിലേക്കുള്ള ഗേറ്റ്വേ. ഈ പോളണ്ട് എന്ന് പറയുന്ന രാജ്യം വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ നാറ്റോ എന്ന് പറയുന്ന വലിയ പട്ടാള ആ ഒരു ശക്തിക്ക് നേരെ റഷ്യയുടെ അതിർത്തിയിലോട്ട് എത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് മോദി പോളണ്ടിലോട്ട് പോയത് റഷ്യ അടുത്ത് ആക്രമിക്കാൻ പോകുന്നത് പോളണ്ടിനെ ആയതുകൊണ്ടാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ നാറ്റോയ്ക്ക് തുറന്നു കൊടുക്കരുത്, നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ട്രേഡ് തരാം, അല്ലെങ്കിൽ ഞങ്ങൾ മാർക്കറ്റ് ഉണ്ട്, 140 കോടി ജനങ്ങളാണ് ഞങ്ങളുടെ മാർക്കറ്റിലുള്ളതെന്ന് പറയുന്നത്, അങ്ങോട്ടേക്ക് തുറന്നു തരാം, യവന്മാർ ഉപരോധം ഏർപ്പെടുത്തണമെങ്കിൽ പോകാൻ പറ എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞു, നമുക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യമാണ്, വലിയ മാർക്കറ്റ് ഒന്നുള്ളൊരു രാജ്യമല്ല, പക്ഷേ അവിടെ സൈനിക ശക്തി അതിഗംഭീരമാണ്. ആ സൈനിക ശക്തിയും ഇന്ത്യയുടെ മാർക്കറ്റും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഗംഭീര പ്രസംഗം നടത്തിയത്. അതിനുശേഷം ഇറാൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ആയത്തുള്ള ഖൊമൈനി ഓക്കെ ബൈ ബൈ ഞാൻ പോണേണെന്ന് പറഞ്ഞ് എവിടെയോ ഓടി ഒളിച്ചു. ഇനി എവനെ ഏതെങ്കിലും ബംഗറിനകത്തിട്ട് തട്ടുവോ എന്ന് മാത്രമേ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുള്ളൂ. എന്തായിരുന്നാലും അങ്ങനെ തട്ടിക്കളഞ്ഞാൽ പോലും ഇറാൻ അപ്പോഴും വലിയ രീതിയിൽ ഒരു അടിയന്തര യോഗം വിളിക്കും, എന്നിട്ട് വേറൊരു നേതാവിനെ അവിടെ ഏർപ്പെടുത്തും. വേറൊരു നേതാവിനെ ഏർപ്പെടുത്തിയിട്ട് പിന്നെയും ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇറാൻ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുണ്ട്. കാരണം ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്തേനെ. പേജർ ആക്രമണത്തിൽ യവന്മാരുടെ അംബാസഡറുടെ കണ്ണും ഇതൊക്കെ അടിച്ചു പോയി. പിന്നെ പോരാത്ത യവന്മാരുടെ 4 സൈനിക ഉദ്യോഗസ്ഥന്മാരെ കൊന്നുതള്ളി. ടെഹ്റാനിൽ കയറി ഇസ്മയിൽ ഹനിയെ മൊസാദ് പുട്ടുപോലെ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് യവന്മാരുടെ ഒരു പരമോന്നത നേതാവ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അയാളെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. അയാളെ കൊന്നു കളഞ്ഞത് മൊസാദ് ആണ് എന്ന് പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണ്. പക്ഷേ യവന്മാർ സമ്മതിച്ചില്ല, നാണക്കേടാണ്. ഇത്രയും സംഭവം ഉണ്ടായിട്ട് അടിക്കാത്ത യവന്മാരാണ് ഇനി ആയത്തുള്ള ഖൊമൈനിയെ തട്ടിക്കളഞ്ഞ് അടിക്കാൻ പോണത്. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.